എന്റെ പേര് സൂജ. ആര്യങ്കാവ് 1-ാം വാർഡിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്തോ? വീടുമായിട്ട് ബന്ധപ്പെട്ട് വീടില്ല, ബാത്റൂം ഇല്ല, കുടിവെള്ളം പിന്നെ പൈപ്പിലുണ്ട്, പിന്നെ അത് മോട്ടോർ കംപ്ലൈന്റ് ആകുമ്പോ അതും ഭയങ്കര ബുദ്ധിമുട്ടാ വെള്ളത്തിന്. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ചേച്ചി? എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നെയാ. പിന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പിന്നെ ഞങ്ങളെ വീട് പഴയ വീട് താഴെയായിരുന്നു, അത് ഇടിഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ ഷെഡ് വെച്ച് ഇവിടെ താമസിക്കുന്നത്. ഒരു മോനെ ഒരു മോള്. പഠിക്കുന്നുണ്ടോ? മോള് ഡിഗ്രിക്ക് പുനലൂര്. മോൻ പഠിക്കുന്നില്ല. മോൻ കല്യാണം കഴിഞ്ഞ ഇവിടുത്തെ ജോലിയൊക്കെ തന്നെയാണോ? ഇവിടുത്തെ ജോലിയാ, കൂലിപ്പണിക്ക് പോകുന്നത്. പിന്നെ കൊച്ചിനെ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. തൊഴിലുറപ്പിന് മാത്രമേ ഉള്ളൂ. പിന്നെ മാസം പൈസയൊക്കെ അടയ്ക്കണം, ഫീസ് അടയ്ക്കണം. ബുദ്ധിമുട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. വീടിന്റെ പ്രശ്നം ഇപ്പൊ എന്തുവാ? നമ്മൾ വീടിന് എഴുതി കൊടുത്തിട്ടുണ്ടോ? വീട് ഓരോരുത്തർക്ക് ഇങ്ങനെ എഴുതി കൊടുത്ത് ഓരോരുത്തരും ഇങ്ങനെ മേടിക്കുന്നു. വർഷങ്ങളായിട്ട് കൊടുക്കുന്നവർ കിട്ടാനുണ്ട്. പിന്നെ കൊച്ചിന് പഠിക്കുന്നതിന്റെ കാര്യത്തിൽ പോകുമ്പോ നമുക്ക് വീടിന്റെ ഇതാകുമ്പോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. അതിലോട്ട് പോകുമ്പോ പിന്നെ കൊച്ചിന്റെ പഠിത്തം പൈസയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. സഹായിക്കാൻ ആരും ഇല്ല. ഈ റേഷൻ കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മോളെ പഠിപ്പിക്കാനുള്ള ഫീസൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അത് മാസം മാസം പൈസ അടയ്ക്കും. നിന്ന് പഠിക്കുവാണോ? വരാൻ പറ്റത്തില്ല. ഇവിടാണ് താമസം. ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ കൈവശരായാൽ മതി അല്ലേ? ആനുകൂല്യം കിട്ടാം. ആനുകൂല്യം എന്താ പ്രത്യേകിച്ച് വേറൊന്നും കിട്ടുന്നില്ല. പിന്നെ സർക്കാർ ഇച്ചിരി അരി മാത്രം കിട്ടുന്ന. മഴ സമയത്ത് ഒരു 3 ട്രിപ്പ് കിട്ടും. വേറൊന്നും ഇല്ല. സാധാ റേഷൻ റേഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ആനുകൂല്യം ഒന്നുമില്ല. നമുക്ക് ഈ മലമണ്ടാര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ട്രൈബൽ വിഭാഗത്തിനുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? വേറെ 10 കിലോ അരി അതിന്റെ കയറും മഴക്കാലത്ത് കിട്ടും. മഴയത്തെ കിട്ടും. അല്ലാത്ത സമയത്തൊന്നും ഒന്നുമില്ല. സാധാരണ റേഷൻ മാത്രമേ ഉള്ളൂ. റേഷൻ മാത്രമേ ഉള്ളൂ. റേഷൻ കൊണ്ടുവരുന്നെങ്കിൽ അവിടെ നിന്ന് 60-70 രൂപ കൊടുക്കണം. എവിടുന്നാ റേഷൻ മേടിക്കുന്നത്? അച്ചൻകോയിന്നാ മേടിക്കുന്നത്. റേഷൻ കടയിൽ മേടിച്ച് ഇവിടെ വരണം. ആന അതുമൊക്കെ ഉള്ള ആനയുണ്ട്. ആണ്ടക്കര ആന വരെ. ഇവിടെ ആന ഇറങ്ങി വരുമോ? ഇവിടെ ഉണ്ട് ആന. ഇതിലെ കൂടെ ആന പോയി അങ്ങനെ പോന്നെയാ. ആൾക്കാർ ഇങ്ങനെ വാക്കുമ്പോ പിന്നെ താപ്പോട്ട് പോകും. വീടിന് ഉപദ്രവം ഉണ്ടായിട്ടില്ല? വീടിന് ഇന്നേരം വലിയ കുഴപ്പമില്ല. ആനയ്ക്കും പന്നി ഒരു വക നടാനൊന്നും പറ്റത്തില്ല. എന്റെ പേര് ലേഹ. അച്ചൻകൊല്ലാണ് താമസിക്കുന്നത്. എനിക്ക് 3 മക്കളാണുള്ള. ഭർത്താവ് ഷോക്ക് വന്ന് കിടക്കും 2 മാസം കഴിഞ്ഞ്. പിന്നെ ഒരു വരുമാനം ഇല്ലാതെ കൊച്ചു പിള്ളേരാണ് പണിക്ക് പോയി ഞങ്ങള് വീട് കഴിയുന്നത്. പിന്നെ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങക്ക് ഒരു വരുമാനമില്ല. ഞങ്ങളുടെ വീട് തന്നെ ഇത് വയറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് അന്നൊക്കെ റോഡ് സൈഡാന്നും പറഞ്ഞ് ഞങ്ങക്ക് 2 കാലേ കിട്ടിയിട്ടുള്ളൂ. ഇത് തൽക്കാലം പട്ടയം കൈവശരേഖ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വീടിന്റെ ജനല് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു അടുക്കളയാണ് ഞങ്ങൾക്ക് ആവശ്യം. വീട് പണി പൂർത്തിയായില്ല. മെയിൻ്റനൻസ് കിട്ടിയതാ. ഇത് കിട്ടി ഈ ഫ്രണ്ട് തേച്ചപ്പോഴത്തേനും അവര് പറഞ്ഞതിന്റെ ഇതങ്ങ് കഴിഞ്ഞ് അവർക്കുള്ള ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ജനലിടാനും 2 കതവ് ഇട്ട് തന്നെ അത്യാവശ്യമായിട്ട് ബാത്റൂം നല്ലൊരു ബാത്റൂം ഇല്ല. അടുക്കളയില്ല. ടാർപ്പ ഇട്ടാണ്. പിന്നെ മഴ വന്നാൽ വേറെ ടാർപ്പ മേടിക്കണം. കെട്ടണം. ഇവിടുത്തെ രീതി ഒന്ന് കണ്ടപ്പോഴ് മനസ്സിലായല്ലോ. ഞാൻ വളരെ അറിഞ്ഞ പുറവശത്ത് വയറിംഗ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഏതാണ്ട് ഒരു രോഗി ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ജനല് പോലും ഇല്ല. ഞങ്ങള് യാത്ര ചെയ്യുമ്പോ അതിനകത്ത് തുണിയൊക്കെ ഇട്ടേച്ചാണ് ഞങ്ങൾ കിടക്കുന്നത്. നേരത്തെ ഇളക്കി വെച്ചോ? ഇത് മാറുമ്പോ ഞങ്ങൾ വയറിംഗ് ചെയ്തിട്ടില്ല. പിന്നെ തൽക്കാലികമായിട്ട് ഇതാണ്ട് റൂമിലും ഇല്ല. ഞങ്ങള് ഹോളിലും ഇല്ല, 2 റൂമിലും ഇല്ല. അതുപോലെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പോലും സൗകര്യമില്ല അകത്ത്. എത്ര നാളായിട്ട് കിടക്കുന്ന? 2 മാസം കഴിഞ്ഞു. മെഡിക്കലില്. അത് കഴിഞ്ഞ് പുലനൂര്. ഇപ്പൊ ഇവിടെ കിടക്കുക. മരുന്നുകളും എല്ലാം ഇവിടാണ് പാചകമൊക്കെ. അതിനകത്ത് ഇത് ചോറ് വെച്ച് വെളിയിലൊന്നും വെക്കാൻ പറ്റത്തില്ല. പന്നി എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങള് റൂമിനകത്താ എടുത്ത് വെക്കുന്നല്ല. നമുക്ക് രോഗിയൊന്നും ബാത്റൂമില്ലാതെ ഒന്നും പറ്റത്തില്ല. കാറ്റ് വന്ന് മൊത്തം അടിച്ച് കീറി അങ്ങ് കളയുക. ഉന്നതികളിൽ കൂടിയുള്ള യാത്രയാണ്
നിങ്ങൾക്കറിയാം നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ എന്ന് പറയുന്നത് ആദിവാസി സമൂഹത്തിന്റെയും അതുപോലെ വനമേഖലയിൽ താമസിക്കുന്ന മറ്റു ആൾക്കാരുടെയൊക്കെ കഷ്ടങ്ങളും ദുഃഖങ്ങളും. അതിനിടയ്ക്കാണ് ഇവർക്കുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. വോട്ട് വാങ്ങി പോകുന്നു എന്നല്ലാതെ ഇപ്പൊ ഈ നിൽക്കുന്ന സുജ ചേച്ചിയുടെ വീട് ആര്യങ്കാവ് 1-ാം വാർഡിലാണ്, അച്ചൻകോവിൽ റൂട്ടിലാണ്. അപ്പോൾ അവർക്ക് ഒരു ബാത്റൂം പോലുമില്ല. സർക്കാർ പറയുന്ന പോലെ എല്ലായിടത്തും നമുക്ക് കക്കൂസും എല്ലാം സജ്ജമായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഒരു വീടും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ ജീവിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ വരുന്ന ഈ അച്ചൻകോവിൽ ആര്യങ്കാവ് ഉന്നതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് വീടുകളുണ്ട്. 1-2 പേരെയൊക്കെ നമ്മൾ കാണിച്ചെങ്കിൽ തന്നെയും ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. ഈ സുജ ചേച്ചിയെ പോലെ ദുഃഖം അനുഭവിക്കുന്ന വീടൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അടുത്ത വീട് നിങ്ങൾ കാണുമ്പോൾ അതിനേക്കാളും പരിതാപകരമായിരിക്കും. അപ്പോൾ സ്വർഗ്ഗതുല്യമായ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അധികാരികൾ ശ്രദ്ധിക്കുക. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. ദുരിത കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും.